ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് അതിക്രമത്തിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 12 മണിവരെയും നിർത്തിവെച്ചു. माननीय सदस्यगण, मैं आपसे पुनः आग्रह करता हूं कि देश संसद को चर्चा संवाद के रूप में देखना चाहता है। आप प्रश्नकाल महत्वपूर्ण समय होता है। देश की जनता प्रश्नकाल में आपके प्रश्नों और सरकार के जवाबों को सुनना चाहती है। इसलिए मेरा आप लोगों से आग्रह है, ये सदन का आचरण आपका उचित नहीं है। मैं पुनः आपसे आग्रह कर रहा हूं, सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है। Sir, under these circumstances, I urge the government to take the following immediate measures, sir. One, order a nationwide independent audit of reservation implementation in all the ministries. I told so many times, as long as you shout, I am not going to call anyone. As long as you shout, I am not going to call anyone. Shriman Angesh Prasad Singh ji. You don't, sir. You give the mic. You don't, sir. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, ഇന്നും പാർലമെന്റ് സ്തംഭനമാണ് കണ്ടത്. പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭയിൽ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ ഓർമ്മയാണ്. അതിന്റെ ഭാഗമായി സ്പീക്കർ സഭ അതിനെ അനുസ്മരിച്ചു. മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രതിഷേധം തുടങ്ങുകയാണ് ചെയ്തത്. അമിത്ഷാ എവിടെ എന്ന് ചോദിച്ചുള്ള പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം നടത്തിയത്. ഇതിനിടയിൽ സ്പീക്കർ ഓം ബിർള വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. പ്രതിപക്ഷം ഈ സഭാ നടപടികളോട് സഹകരിക്കണം. ഇത് കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഇങ്ങനെ പ്രതിഷേധം തുടരുകയാണ്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമാണ്. അതിനോട് പ്രതിപക്ഷം സഹകരിക്കണമെന്ന ആവശ്യം സ്പീക്കർ ഓം ബിർള മുന്നോട്ട് വെച്ചു. പക്ഷേ പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല. അതിന് മറുചോദ്യമായി സ്പീക്കറോട് എവിടെ അമിത്ഷാ എന്നുള്ളതായിരുന്നു. അമിത്ഷാ മറുപടി പറയണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്. അങ്ങനെ പ്രതിഷേധം തുടർന്നതോടുകൂടി ഇപ്പോൾ ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിലും വലിയ പ്രതിഷേധം തന്നെയാണ്. അയോധ്യ സംഭാവന കൊള്ളയിലും അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടും ഉണ്ടായത്. 2 സഭകളിലും വലിയ പ്രതിഷേധം തന്നെ അരങ്ങേറുകയും രാജ്യസഭ ഇപ്പോൾ 12 മണിവരെയും നിർത്തിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് 14ാം ദിനമാണ് തുടർച്ചയായി സഭാ നടപടികൾ ഇത്തരത്തിൽ തടസ്സപ്പെടുന്നത്. എന്തായാലും 2 മണിവരെ സഭ നിർത്തിവച്ചിരിക്കുന്നു. ഇനി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം അമിത്ഷാ മറുപടി പറയട്ടെ, അതിനുശേഷം ഇനി ചർച്ചകളൊക്കെ ആകാം, അല്ലെങ്കിൽ സഭാ നടപടികളോട് സഹകരിക്കാം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. ഏതായാലും ഇന്ന് അത് തന്നെയാണ് കണ്ടത്. ശരി, വ്യക്തമാണ്. എന്തായാലും പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു. എന്തായാലും അമിത്ഷാ മറുപടി പറയണമെന്നുള്ള ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം തുടർന്നത്. ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 12 മണിവരെയുമാണ് നിർത്തിവച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ്.